അല്ല, ഫ്രം ചൈൽഡ്ഹുഡ് ഐ വാസ് ഷുവർ എനിക്ക് ഡോക്ടറെ ആവാൻ ഉള്ളൂ, ബിക്കോസ് ഐ വാണ്ടഡ് ടു ഡു സം സർവീസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ടു ഡു സംതിങ് ഫോർ എവറി വൺ എൽസ്. ഓക്കെ. സ്മാർട്ട് ഫോൺ വീക്ക് ഡേയ്സ് ഉപയോഗിക്കാറില്ല, ഓൺലി വീക്കെൻഡ്സ്. സോ യൂട്യൂബും സോഷ്യൽ മീഡിയ ഓൺലി ഓൺ വീക്കെൻഡ്സ്. സോ ദാറ്റ് ഇസ് വൺ ബിഗ് സാക്രിഫൈസ്. പിന്നെ എൻ്റെ ഫാമിലി ദേ ഡിഡ്ന്റ് വാച്ച് TV അറ്റ് ഓൾ. ഓക്കെ, ഫാമിലി TV കാണാറില്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. സോ വാട്ട് വാസ് എ മേജർ ഡിഫറൻസ് ദാറ്റ് യു ഫെൽറ്റ് ബിറ്റ്വീൻ ദി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എക്സാംസ്? Offline we had to fill OMR, so adile I made a lot of mistakes because bubbling. So because it was offline exams, I got practice in that OMR, so I think that helped a lot. First you should be aware of competition, because veetlirikkumbam you don't realize how many people are writing the exam. 22 lakh algar NEET ezhudunundu, so you have to be aware of that competition. ജൊഹാൻ ജോബ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ബ്രില്യന്റിന്റെ ജൊഹാൻ ജോബ് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ്. 2026 നീറ്റ് എക്സാമിലും 695 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 69ാം റാങ്കും ജൊഹാൻ നേടിയിരുന്നു. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ലോങ് ടേം ഓൺലൈൻ പ്രോഗ്രാമിലൂടെയാണ് ഈ നേട്ടത്തിലേക്ക് ജൊഹാൻ എത്തിയത്. IT പ്രൊഫഷണലായ ജോബ് കെ ജോസഫിന്റെയും അധ്യാപികയായ ആൻ നീതു മാത്യുവിന്റെയും മകനാണ് ജൊഹാൻ. നീറ്റ് എക്സാമിലെ ഈ തിളക്കമാർന്ന വിജയത്തിന് ബ്രില്യൻ മെഡിക്കൽ വിക്ടറി ഡേയുടെ വേദിയിൽ 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും നൽകിയാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ ജൊഹാനെ അനുമോദിച്ചത്. ഈ ആദരം ജൊഹാൻ ഏറ്റുവാങ്ങിയത് മൊറൻമോർ ബസീലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ഭാവിയിൽ നിന്നുകൂടിയായപ്പോൾ ആ നിമിഷം അക്ഷരാർത്ഥത്തിൽ അനുഗ്രഹീതമായി. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജൊഹാന്റെ വിജയത്തിൽ പങ്കുചേരാൻ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ സന്തോഷ് കുമാർ സാറും കോർഡിനേറ്റർമാരും ജൊഹാന്റെ വീട്ടിലെത്തി നേരിട്ട് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. രണ്ടായിരത്തി 2026 നീറ്റ് എക്സാമിലെ മികച്ച വിജയം കൊണ്ട് വീണ്ടും ബ്രില്യൻറ്റ് ടീമിനെ തൻ്റെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജൊഹാൻ ജോബ് എന്ന മിടുക്കനായ വിദ്യാർത്ഥി. പക്ഷേ ഈ ഒരു വരവിന് ഒരു എക്സ്ട്രാ സ്പെഷ്യാലിറ്റി കൂടിയാണ്. കാരണം കേരള മെഡിക്കലിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അതിൽ കേരളത്തിലെ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് ജൊഹാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൊഹാനെ അനുമോദിക്കുന്നതിനായിട്ട് ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിൻ്റെ ഡയറക്ടേഴ്സിൽ ഒരാളായ സന്തോഷ് സാർ നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജൊഹാൻ, സ്വപ്നതുല്യമായൊരു നേട്ടം ഇങ്ങനെ കൈവരിച്ചിരിക്കുകയാണ്. ഒരുപാട് തവണ ഇപ്പോൾ ജൊഹാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നീറ്റ് എക്സാമിൽ ഓൾ ഇന്ത്യ 69 റാങ്ക്, ദാറ്റ് ടു വിത്ത് 695 സ്കോർ. ഓക്കെ, അപ്പോൾ കേരള മെഡിക്കൽ ഫസ്റ്റ് റാങ്ക്, എന്താണ് ഈ ഒരു നിമിഷം തോന്നുന്നത്? ഒത്തിരി സന്തോഷമുണ്ട്. ജസ്റ്റ് ഫീലിംഗ് വെരി സർറിയൽ. ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് മേക്ക് മൈ ഗ്രാൻഡ് പാരൻസ് ആൻഡ് ഗോഡ് പ്രൗഡ് ആൻഡ് ടു ഹാവ് എവരിവൺ ഹിയർ വിത്ത് മീ. ഒത്തിരി സന്തോഷം ആൻഡ് താങ്ക് യു ടു ദ ബ്രില്യൻ ടീം. ഓക്കെ, അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പേരൻസിൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ കേരള മെഡിക്കലിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ട്, അതായത് ഈ ഒരു റിസൾട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവർക്ക് ഒത്തിരി സന്തോഷമായി. To see someone in their own family reach this stage, it's once in a lifetime experience for them, so I'm very happy for them. ഓക്കെ, കുടുംബത്തിൽ മറ്റേതെങ്കിലും ഡോക്ടർമാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കസിൻസും ഡോക്ടർ ആവാൻ പഠിക്കുവാണ് ഇപ്പം. MBBS പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു മോട്ടിവേഷൻ? അല്ല, ഫ്രം ചൈൽഡ്ഹുഡ് ഐ വാസ് ഷുവർ എനിക്ക് ഡോക്ടറെ ആവാൻ ഉള്ളൂ, ബിക്കോസ് ഐ വാണ്ടഡ് ടു ഡു സം സർവീസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ടു ഡു സംതിങ് ഫോർ എവറി വൺ എൽസ്. ഓക്കെ, അപ്പോൾ ചെറുപ്പം മുതലേ ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. ഓക്കെ, പക്ഷേ ഞങ്ങളുടെ JEE റാങ്ക് ലിസ്റ്റിലും ജൊഹാന്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു തവണ ഒന്ന് പറ്റി നോക്കിയായിരുന്നു? അല്ല സർ, ഞാൻ JEE എഴുതിയത് ജസ്റ്റ് ഫോർ എക്സ്പീരിയൻസ്, ജസ്റ്റ് ടു പ്രിപ്പയർ മൈസെൽഫ് ഫോർ ഈ നീറ്റിൻ്റെ ഡിഫിക്കൽട്ടി. ഓക്കെ, ജസ്റ്റ് ടു keep up that confidence and keep up that momentum. എന്തായാലും ചുമ്മാ എഴുതുകയാണ്. ആ എക്സാമിലും 99.2
72%. 99% എബോവ് അവിടെയും ജോഹാൻ നേടിയിരുന്നു. ഓക്കെ, അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ലോങ് ടേം 2-year ഓൺലൈൻ പ്രോഗ്രാമിലൂടെയാണ് ജോഹാൻ ഈ ഒരു വിജയം നേടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ലോങ് ടേം പ്രോഗ്രാമിൻ്റെ ഒരു റിവ്യൂ പോലെ പറയുവാണെങ്കിൽ ഹൗ വാസ് ഇറ്റ്? It was very good because long term, even if it was online, all the exams were on time, all the classes were fully organized, teachers were very supportive. എൻ്റെ ക്ലാസ് ടീച്ചറും ക്ലാസ് മെൻറ്ററും എന്നെ ഒത്തിരി വിളിക്കുമായിരുന്നു, ഒത്തിരി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എക്സാംസ് എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു. സോ ഐ എം വെരി താങ്ക്ഫുൾ. പിന്നെ ഈ ലോങ് ടേമിലും വി ഹാഡ് എക്സാംസ് എവറി വീക്ക്. സോ ദാറ്റ് വാസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ എക്സാംസ് എല്ലാം ഓൺലൈനായിട്ട് തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. എപ്പോഴെങ്കിലും ഓഫ്ലൈനായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സർ. എൻഡിൽ മോഡൽ എക്സാം ഓഫ്ലൈൻ ആയിരുന്നു സെൻട്രൽ ബാങ്ക്. So what was the major difference that you felt between the online and offline exams? Offline we had to fill OMR. So adil I made a lot of mistakes because bubbling. Okay. So because it was offline exams, I got practice in that OMR. So I think that helped a lot. അപ്പോൾ ബബ്ലിങ്ങിൻ്റെ ആ ഒരു സ്പീഡ് നമുക്ക് ലഭിച്ചത് അവസാനം ഓഫ്ലൈനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ജോഹാനോട് അവസാനമായിട്ട് ഒരു ചോദ്യം. ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ ഇതേ ലോങ് ടേം ഓൺലൈൻ പ്രോഗ്രാമിൽ ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ പ്രോഗ്രാമിലൂടെ ഇത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് സച്ച് എ ബിഗ് തിങ്. അത് ഇത്ര വലിയൊരു വിജയം നമ്മൾ നേടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികളോട് ജോഹാൻ an advice എന്താണ് പറയാനുള്ളത്? രണ്ട് അഡ്വൈസ് ഉണ്ട്. ഫസ്റ്റ്, യു ഷുഡ് ബി അവെയർ ഓഫ് കോമ്പറ്റീഷൻ. ബിക്കോസ് വീട്ടിലിരിക്കുമ്പം യു ഡോണ്ട് റിയലൈസ് ഹൗ മെനി പീപ്പിൾ ആർ റൈറ്റിംഗ് ദ എക്സാം. 22 lakh ആൾക്കാർ നീറ്റ് എഴുതുന്നുണ്ട്. സോ യു ഹാവ് ടു ബി അവെയർ ഓഫ് ദാറ്റ് കോമ്പറ്റീഷൻ. പിന്നെ സെക്കൻഡ്, ജസ്റ്റ് ഡോണ്ട് ബി ഡിസ്ട്രാക്റ്റഡ്. ബിക്കോസ് ഈ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈസി ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. സോ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ്, ജോഹാൻ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ? ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്? ഞാൻ സ്മാർട്ട് ഫോൺ വീക്ക് ഡേയ്സ് ഉപയോഗിക്കാറില്ല. Okay. Only weekends. Okay. So യൂട്യൂബും സോഷ്യൽ മീഡിയ only on weekends. So that is one big sacrifice. പിന്നെ എൻ്റെ ഫാമിലി they didn't watch TV at all. ഓക്കെ, ഫാമിലി TV കാണാറില്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ജോഹാന് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിൽ സന്തോഷ് സാറിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം എന്താ പറയുക, വലിയൊരു വിജയമാണ് വീണ്ടും നമ്മളെ തേടി എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സാർ ജോഹാനെ പറ്റി സാറിന് പറയാനുള്ളത്? ജോഹാനിലൂടെ എത്തിയിരിക്കുന്നു. അതെ, ജോഹാനിലൂടെ എത്തിയിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികളാണ് നല്ലത്. എപ്പോഴും പറയുന്നതാണ്, കുട്ടികളാണ് നല്ലത്. അപ്പോൾ അവർ ഏതായാലും പഠിക്കണം എന്ന് വെച്ചാൽ നടക്കും. അതാണ് ജോഹാൻ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ജോഹാന് എല്ലാവിധ ആശംസകളും. ഇനിയും ഇതുപോലെ എല്ലാ വിജയങ്ങളും നേടുകയാണ്. ഓക്കെ സാർ. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ജോഹാൻ്റെ ഫാമിലി, അതായത് ജോഹാൻ്റെ പേരൻസ് ബാംഗ്ലൂരിൽ തിരിച്ചുപോയി. ജോഹാൻ ഇപ്പോൾ ജോഹാൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ നമുക്ക് അവരെ കാണാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ജോഹാൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറായ ഫാദർ ജോർജ് മടത്തിപ്പറമ്പിലാണ്. അദ്ദേഹം SB കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജിൻ്റെ പ്രിൻസിപ്പളും കൂടിയായിരുന്നു. അപ്പോൾ സാർ ഒരു അക്കാഡമിക് തലത്തിൽ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന് തലപ്പത്തിരുന്ന ഒരു വ്യക്തിയാണ് സാറ്. ഇപ്പോൾ ഫാദറിൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു ഡോക്ടറാകാൻ പോകണം. അത് ഏറ്റവും മികച്ചൊരു വിജയം ഇത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിൽ നേടിയിരിക്കുകയാണ് ജോഹാൻ. അപ്പോൾ എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? Yeah, I am extremely happy that Johan has secured this highest rank in the NEET examination on account of the support and preparation help given by the Brilliant. And I know what Brilliant has been doing in our land, preparing students for competitive examinations. Johan was a young boy, still having that aspiration to become a doctor, and God has blessed him to become the topmost student in Kerala, to appear for the exams and to pass with great success. The family of Johan, his mother was also a brilliant student. She studied computer science and later MCA in computer science. So she was employed in Wipro. And after Johan was born, she resigned her job and then took care of the children. And now she is teaching in the same school where Johan has studied. I am very happy because I have been always trying to help motivate students in our college to write for IIT examinations and medical examinations. And I am so glad that it has happened in our family. And I wish Johan all the blessings of God in his onward journey. God bless you. താങ്ക് യു ഫാദർ. താങ്ക് യു. സോ നേരത്തെ പറഞ്ഞ പോലെ ജോഹാൻ്റെ ഗ്രാൻഡ് പേരൻസിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജോഹാൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു എന്താ പറയുക വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ. അപ്പോൾ ഗ്രാൻഡ് മദർ എന്താണ് ജോഹാനെ പറ്റി പറയാനുള്ളത്?
ഒത്തിരി സന്തോഷമുണ്ട്. മോള് വിപ്രോയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ജൊഹാൻ ഉണ്ടായി കഴിഞ്ഞപ്പം റിസൈൻ ചെയ്തു. അപ്പം ആദ്യം റിസൈൻ ചെയ്തപ്പോൾ ഇച്ചിരി വിഷമം തോന്നി. പക്ഷെ ഇപ്പം അതിനുള്ള ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും വെറും ഒരു ഫ്രൂട്ട് അല്ല, കേരള ഫസ്റ്റ് റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജൊഹാൻ ഇവിടെയായിരുന്നു, ഇന്നലെയാണ് റിസൾട്ട് വന്നത്, ഇവിടെയായിരുന്നു ജൊഹാൻ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജൊഹാൻ്റെ കാര്യത്തിൽ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നീറ്റിൻ്റെ റിസൾട്ട് പേരൻസുമായിട്ടാണ് വന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെയാണ് ആ ഒരു റിസൾട്ട് അറിഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. ഒത്തിരി സന്തോഷമാണ്. ഓക്കെ, സോ ഈ ഒരു ലോങ് ടേം ഓൺലൈൻ 2 ഇയർ പ്രോഗ്രാമിൽ ജൊഹാനെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സ്റ്റാഫ് അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ എടുത്ത് പറയേണ്ട ഒരാളാണ് ജൊഹാൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അരുൺ സാർ. സോ സാർ, എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? വീണ്ടും നമ്മൾ ജൊഹാൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ജൊഹാൻ അല്ല, നമ്മളെ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ്. യെസ്, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്കറിയായിരുന്നു ജൊഹാൻ ഏറ്റവും നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് അറിയായിരുന്നു. അപ്പം അതിലേക്കാളും ഒത്തിരി സന്തോഷമുണ്ട്. കേരളയുടെ റാങ്ക് വന്നപ്പോൾ നമുക്ക് കേരള ഫസ്റ്റ് റാങ്ക് നമുക്ക് ജൊഹാനിലൂടെ നമുക്ക് നേടിയിരിക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ജൊഹാനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാമിലൂടെയാണ് ജൊഹാനെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ പോയി പരീക്ഷ നടത്തി, അങ്ങനെയാണ് ജൊഹാനെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നതും. തുടർന്ന് 1 വർഷത്തോളം ജൊഹാനിലൂടെ ജൊഹാനെ പ്രത്യേകിച്ച് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ജൊഹാന് വേണ്ട നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തി എന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷവും അതുപോലെ തന്നെ ഒത്തിരി അഭിമാനവും തോന്നുന്നു. ഓക്കെ സാർ. സോ ജൊഹാൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു, കോർഡിനേറ്ററിൻ്റെ വാക്കുകൾ കേട്ടു. അവസാനമായിട്ട് ജൊഹാനോട് എനിക്ക് ഒരു ചോദ്യം കൂടെ. അപ്പോൾ നമുക്ക് അറിയാനുള്ള എല്ലാ റിസൾട്ടുകളും വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഡ്രീം ക്യാമ്പസ്, നേരത്തെ ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്, സ്റ്റിൽ വൺസ് അഗെയിൻ, ഏതാണ് ഒരു ഡ്രീം ക്യാമ്പസ്? എൻ്റെ ഡ്രീം ക്യാമ്പസ് എയിംസ് ഡൽഹി. Because ever since 11th, I used to watch these YouTube videos saying campus tours, college culture, how is the exposure, the teaching. I found that AIMS Delhi thanne best. So I always wanted to go there, and I always kept that in mind while studying. It was not about the marks, it was where I wanted to reach. ഓക്കെ, അപ്പോൾ മാർക്കിനോ റാങ്കിനോ വേണ്ടിയല്ല, നമ്മുടെ ലക്ഷ്യം എയിംസ് ഡൽഹി ആയിരുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിച്ചത്. അപ്പോൾ ആ ഒരു പ്രയത്നത്തിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. ആഗ്രഹിച്ച പോലെ തന്നെ എയിംസ് ഡൽഹിയിൽ തന്നെ MBBS സീറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. Thank you. Brilliant Study Center, India's #1 coaching center for NEET and JEE.